നമസ്കാരം. സാംസ്കാരിക തലസ്ഥാനമായ തൃശൂരിൽ നിന്നും പുലിക്കളി വിവാദം. പുലിക്കളിയെ അടച്ചാക്ഷേപിച്ച് നടനും സാംസ്കാരിക പ്രവർത്തകനുമായ വി.കെ. ശ്രീരാമൻ ഫേസ്ബുക്ക് പോസ്റ്റ് നടത്തിയതോടെയാണ് വിവാദം കത്തിയത്. ഓണം വാരാഘോഷത്തിനിടയിൽ പുലിക്കളി സാധാരണമായതിനാൽ ഈ ഘട്ടത്തിൽ തന്നെയാണ് അദ്ദേഹം പുലിക്കളിക്കെതിരെ രംഗത്തു വന്നതും. ഏറ്റവും മോശമായ ഭാഷയിലാണ് ശ്രീരാമൻ പുലിക്കളിയെ ആക്ഷേപിക്കുന്നത്. കണ്ടാൽ ഓക്കാനം വരുന്ന കലാവൈകൃതമെന്നാണ് പുലിക്കളിയെക്കുറിച്ച് നടൻ വിശേഷിപ്പിച്ചത്. പുരുഷന്മാർക്ക് മാറും വയറും വളരുന്നത് രൂപവൈകൃതമാണെന്നും കലയ്ക്ക് വേണ്ടി വൈകൃതത്തെ ഉപയോഗിക്കുന്നത് ആഭാസമാണെന്നുമാണ് വി.കെ. ശ്രീരാമൻ കുറിച്ചത്. ഇതുപോലൊരു കലാവൈകൃതം ലോകത്ത് ഒരിടത്തുമില്ല. ഈ കുംഭകുലുക്കി കളിയെ ശാർദൂല വിക്രീഡിതം എന്നാണ് പറയുന്നതെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ ശ്രീരാമൻ പരിഹസിക്കുകയും ചെയ്തു. ഒപ്പം കുംഭകുലുക്കിയുള്ള പുലിക്കളിയുടെ റിഹേഴ്സൽ FB പോസ്റ്റിനൊപ്പം ചേർക്കുകയും ചെയ്തു. ഇതോടെ BJP ആണ് രംഗത്ത് വന്നത്. തൃശ്ശൂരിൻ്റെ ജനകീയവും പാരമ്പര്യ ആഘോഷവുമായ പുലിക്കളിയെ അധിക്ഷേപിക്കുന്ന തരത്തിൽ എഴുത്തുകാരനും നടനുമായ വി.കെ. ശ്രീരാമൻ നടത്തിയ പരാമർശങ്ങൾ അത്യന്തം അപലപനീയമാണെന്നാണ് BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് പറഞ്ഞത്. അത്തരമൊരു ജനകീയ കലാരൂപത്തെയും അതിനായി പ്രവർത്തിക്കുന്ന കലാകാരന്മാരെയും പരിഹസിക്കുന്ന സമീപനം ഒരിക്കലും അംഗീകരിക്കാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പുലിക്കളിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും കലാകാരന്മാർക്ക് പിന്തുണ നൽകുന്നതിനും കേന്ദ്ര സർക്കാർ പോലും മുന്നോട്ട് വരുന്ന ഈ ഘട്ടത്തിൽ അതിനെ അപകീർത്തിപ്പെടുന്ന ഇത്തരം പരാമർശങ്ങൾ ഉണ്ടാകുന്നത് ഗൗരവമായി കാണേണ്ടതാണ്. ശ്രീരാമന്റെ പ്രസ്താവനയ്ക്ക് പിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢലക്ഷ്യമോ ആസൂത്രിത നീക്കമോ ഉണ്ടോ എന്ന കാര്യവും പരിശോധിക്കപ്പെടണം. ശ്രീരാമൻ തന്റെ പരാമർശം ഉടൻ പിൻവലിക്കുകയും തൃശൂർ ജനതയോടും പുലിക്കളി കലാകാരന്മാരോടും പരസ്യമായി മാപ്പ് പറയുകയും വേണം. അല്ലാത്ത പക്ഷം ശക്തമായ ജനകീയ പ്രതിഷേധം ഉയരുമെന്നും ജനങ്ങൾ ഉചിതമായ മറുപടി നൽകുമെന്നും ജസ്റ്റിൻ ജേക്കബ് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു. ശ്രീരാമനെ അനുകൂലിച്ചും എതിർത്തും FB പോസ്റ്റിനു താഴെ കമന്റുകൾ വന്നിട്ടുണ്ട്. അവരും മനുഷ്യരാണ്. ആടാനും പാടാനും ആസ്വദിക്കാനും അവർക്കും അവകാശമുണ്ട്. ഇങ്ങനെ ചെറുതായുള്ള ബഹുമാനം കളയല്ലേ രാമ. പുലിക്കളി പലർക്കും ജീവിതമാർഗമാണ്. സിനിമയിൽ അശ്ലീലം പറഞ്ഞും ചെയ്തും ജീവിക്കുന്നവരെ കാണുമ്പോൾ താങ്കൾക്ക് മനം പുരട്ടൽ ഉണ്ടാകാറുണ്ടോ? കഥാപാത്രത്തിന് വേണ്ടി തടി കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന താരങ്ങളെക്കുറിച്ച് എന്താണ് അഭിപ്രായം? ഏറ്റവും മോശമായ ഡ്രസ്സും ധരിച്ച് ഓട വൃത്തിയാക്കാൻ ഇറങ്ങുന്നവരെ കാണുമ്പോൾ താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? തുറന്നു പറഞ്ഞാൽ ഇതൊരു ചർച്ചയായി മുന്നോട്ട് കൊണ്ടുപോകാം എന്നൊക്കെയാണ് കമന്റുകൾ വന്നത്. ശ്രീരാമൻ എന്തായാലും വിവാദത്തിൽ കുരുങ്ങിയിട്ടില്ല. അദ്ദേഹം പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുക തന്നെയാണ്. പുലിക്കളി വിവാദം തൃശ്ശൂരിൽ എന്തായാലും ശക്തി പ്രാപിക്കുകയാണ്.